ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരിൽ ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ്. ചട്ടമ്പി സ്വാമികളുടെ കാലഘട്ടം 1853 മുതൽ 1924 വരെയാണ്. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കൊല്ലൂർ കണ്ണൻമൂല എന്ന സ്ഥലത്താണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ആഗസ്റ്റ് 25 തീയതിയാണ്. വാസുദേവ നമ്പൂതിരി എന്ന് അച്ഛൻ്റെ പേരും അമ്മയുടെ പേര് നങ്ങമ്പിള്ള എന്നുമാണ്. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാകും. രാമപിള്ളയാശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാകരൻ, ശ്രീ ബാല ഭട്ടാകരൻ എന്നീ പേരുകളിലും ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നു. അതുകൂടാതെ കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നീ പേരുകളിലും ചട്ടമ്പി സ്വാമികളെ അറിയപ്പെടുന്നു. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗത്തിൽ വെച്ചാണ്. വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ് ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882 ആണ്. സ്വാമി വിവേകാനന്ദനെ ചട്ടമ്പി സ്വാമി കണ്ടുമുട്ടിയത് 1892 ആണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ് ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, വിഭാഷ, അദ്വൈതപരം, മോക്ഷപ്രതിപാദകണ്ഠനം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, പ്രാചീന മലയാളം എന്നിവയാണ്. ബോധേശ്വരനാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ. ചട്ടമ്പി സ്വാമി സമാധിയായത് 1924 മെയ് 5 ആണ്. ചട്ടമ്പി സ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത് പത്മന, കൊല്ലം എന്ന സ്ഥലത്താണ്. ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും പത്മന എന്ന സ്ഥലത്താണ്. ചട്ടമ്പി സ്വാമിയുടെ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ബാലഭട്ടാകര ക്ഷേത്രം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.